നമസ്കാരം മക്കളെ, ശ്രീബാമ മിസ്സാണ്. എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. ഈ പിക്ചർ ഐഡന്റിഫൈ ചെയ്തതിൽ ABC എന്താണെന്ന് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സസ്യം വളരുമ്പോൾ ഓരോരോ ഭാഗത്തിനും എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരു വിത്ത് വളരുന്ന സമയത്ത്, സീഡ് വളർന്നു വരുന്ന സമയത്ത് അതിനകത്ത് ഫസ്റ്റ് വരുന്നത് ബീജമൂലമാണ്, റാഡിക്കൽ ആണ്. അത് എന്തായിട്ട് മാറാണ്? റൂട്ടായിട്ട് മാറാണ്. സോ രാ എന്ന് പഠിച്ചു വെക്കുക. റൂട്ട് ഏതായിട്ട് മാറാണ്? റാഡിക്കൽ. പിന്നെ വരുന്നത് കോട്ടിലിഡൻ ബീജപത്രമാണ്. പിന്നെ പ്ലമ്യൂൾ ഉണ്ട്, ബീജശീർഷമുണ്ട്. അത് ശീർഷം എന്ന് പറയുമ്പോൾ തലഭാഗം ആലോചിക്കുക. സോ മുകളിലോട്ട് വളരുന്ന ഭാഗമാണ് ബീജശീർഷം, പ്ലിമ്യൂൾ എന്ന് പറയുന്നത്. സോ വിത്തിൽ നിന്ന് മുളച്ചു വരുന്ന മുകളിലേക്ക് വളരുന്ന ഭാഗം പ്ലിമ്യൂൾ എന്നും താഴത്തോട്ട് വളരുന്നത് റാഡിക്കൽ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നു. അതുപോലെ കോട്ടിലിഡൻ ചോദിച്ചു, ബീജപത്രം ചോദിച്ചു. അത് നമ്മൾ ചെറുതാകുമ്പോൾ സീഡിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്ന, വിത്ത് മുളയ്ക്കുന്ന സമയത്ത് തന്നെ ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കോട്ടിലിഡൻ ഉള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ മിസ് വായിക്കുകയാണ്. താഴെ പറയുന്നവയിൽ അവയുടെ സ്ഥിരാവിന്യാസം ആസ്പദമാക്കിയിട്ട് ഉചിതമായിട്ട് പട്ടികപ്പെടുത്താനാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഏതൊക്കെയാണ് മക്കളെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാം? ലീഫ് വിനേഷൻ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ച കാര്യമാണ്. 2 തരത്തിലാണുള്ളത്. സമാന്തരം എന്ന് വെച്ചാൽ പരസ്പരം കൂട്ടിമുട്ടാത്ത രീതിയിൽ, വല്ല ട്രെയിനൊക്കെ പാളം പോകുന്ന പോലെ കൂട്ടിമുട്ടാതെ പോകുന്നതാണ് സമാന്തര സ്ഥിരാവിന്യാസം, പാരലൽ വിനേഷൻ. റെറ്റിക്കുലേറ്റ് എന്ന് പറയുമ്പോൾ ജാലിക സ്ഥിരാവിന്യാസം, വലക്കണ്ണികൾ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് അല്ലേ. അതിൽ നമുക്ക് പറയാൻ പറ്റും ചെമ്പരത്തി, മാവ്, പ്ലാവ് എന്നുള്ളത് റെറ്റിക്കുലേറ്റ് വിനേഷനും, അതുപോലെ മുള, വാഴ, പുല്ല് എന്നുള്ളത് പാരലൽ വിനേഷനുമാണ് കാണിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന ഹൈഡ്രോപോണിക്സ് ഇസ് ന്യൂ മെത്തേഡ് ഗ്രോയിങ് പ്ലാന്റ്സ് വിത്തൗട്ട് സോയിൽ ആണ് ഹൈഡ്രോപോണിക്സ്. മണ്ണില് പോണി കളിച്ചുകൊണ്ടിരിക്കുന്നു. പോണി എന്ത് ചെയ്യാണ്? മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കാന്ന് ആലോചിക്കുക. സോ ഹൈഡ്രോപോണിക്സ് വിത്തൗട്ട് സോയിൽ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നു. അങ്ങനെ വളർത്തുന്ന കൃഷി രീതി. അപ്പൊ ഇതുപോലെയുള്ള ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഇനിയും എന്റെ മക്കൾക്ക് പഠിക്കണം, റിവിഷൻ ചെയ്ത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇനിയും സമയം ലേറ്റ് ആയിട്ടില്ല. നമ്മുടെ പബ്ലിക് എക്സാം വരാൻ പോവാണ്. അടിപൊളിയായിട്ട് പഠിക്കാനാണ് നമ്മുടെ പൃഥ്വിയുടെ എൻഡ് ഗെയിം ബാച്ച് ഉള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം മിസ്സഡ് വെച്ചിട്ടുണ്ട്. എന്റെ മക്കളെ നോക്കുക. വളരെ കുറവ് പൈസയ്ക്ക് ഇനിയുള്ള ദിവസങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കാനുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഉള്ളത്. അപ്പൊ ഇനിയുള്ള ദിവസം റിവിഷൻ ചെയ്ത് പഠിക്കുക. അടിപൊളിയായിട്ട് ബാച്ചിലുണ്ടാവുക. ഡീറ്റെയിൽസ് നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ബാച്ചിൽ കാണാം. ബൈ.